അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS ആൻഡ് മാത്സ്. നമ്മുടെ LBS BCയുടെ ഒരു അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും ചോദിച്ചു എക്സാമിൻ്റെ ഡേറ്റ് എന്നാണ് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഡേറ്റൊക്കെ നമ്മുടെ സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസമായി ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വന്നിട്ട്. അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ എക്സാം നിലവിൽ 13/7/26 വരെയായിരുന്നു നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുള്ള ഉണ്ടായിരുന്നുള്ളൂ. അതെന്ത് ചെയ്തിട്ടുണ്ട്, 16/7, അതായത് നാളെ കൂടി, ഇന്നിപ്പോൾ 15 നാളെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാതെ ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക വേഗം പോയിട്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ വേറെ കോളേജിലും മറ്റൊക്കെ ചേർന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് LBSൻ്റെ അണ്ടറിൽ, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ BCA കോഴ്സും, അതും ഗവൺമെൻറ് കോളേജിലൊക്കെ നിങ്ങൾക്ക് അത്രയും ഫീസ് ഇല്ലാണ്ട് മെറിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് കാര്യമാണ്. നല്ല നല്ല കോളേജിലെ വൺ ഓഫ് ദ ബെസ്റ്റ് BCA നിങ്ങൾക്ക് കിട്ടാവുന്ന കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇനിയും ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അവസരം കൂടി തന്നിട്ടുണ്ട്. 16/7/26 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത്. അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അത് വന്നിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് കാലമായി, അതായത് അനൗൺസ്മെൻറ്റ് വന്നിട്ട് കുറച്ച് കാലമായി. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. 25-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. എന്നാണ് 25. അപ്പോൾ 25 എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നമുക്ക് എത്രയായി, 15 ഇന്ന് 15/6 15/7/26 നമ്മുടെ എക്സാം വരുന്നത് 25/7/26. ഓക്കെ, ഏകദേശം 10 ഡേയ്സ് ആണ് നമുക്ക് എന്തുള്ളത് ഇനി പഠിക്കാനുള്ള. 10 ഡേയ്സ് കൂട്ടണ്ട, നമുക്ക് എത്ര ഉണ്ടാവും, ഒരു 9 ദിവസമാണ് നമുക്ക് ഇനി പഠിക്കാൻ നമ്മുടെ മുൻപിൽ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ്, 25-നാണ് നമ്മുടെ എക്സാം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ്, നമ്മുടെ സിലബസൊക്കെ നോക്കിയിട്ടാവും. സിലബസിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നേ ചെയ്തിട്ടുണ്ട്. സിലബസുമായി ബന്ധപ്പെട്ട് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളത് സിലബസിൻ്റെ ആ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പോയിട്ട് കാണാം. ഓക്കെ, 25/7/26 നമ്മുടെ എക്സാം വരുന്നത്. ക്ലിയർ. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 25 CS ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ 25 മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 25 നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. 25 GK ഓർ കറണ്ട് അഫേഴ്സും നമുക്ക് എന്ത് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ടോട്ടൽ 100 മാർക്കിൻ്റെ എക്സാമാണ്, 100 ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമുക്ക് 90 മിനിറ്റ്സ് ആണ് ഉള്ളത്. ഇതൊക്കെ നമ്മുടെ എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷനും സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുന്നിൽ 25 CS ക്വസ്റ്റ്യൻസ് ആൻഡ് 25 മാത്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യലാണ് നമ്മുടെ മുന്നിലെ ടാസ്ക്. മറ്റുള്ള കാര്യം എന്ന് പറയുന്നത് ജനറലാണ്, നിങ്ങൾ അത് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അതൊന്നും വലിയ ബോധേഡായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇംഗ്ലീഷൊക്കെ നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ, നിലവിൽ ഇതുവരെ പഠിച്ച ഇംഗ്ലീഷും കാര്യങ്ങളും ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. സിലബസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. പിന്നെ കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2 വീഡിയോ ഒക്കെ നമ്മുടെ ലാസ്റ്റ് 6 മന്ത് ഒരു 1 ഇയറിലെ വീഡിയോ, അതായത് 1 ഇയറിലെ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഡെയിലി ഒരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന ഒരാൾക്ക് അതത്ര ടാസ്ക്കുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ CS ആൻഡ് മാത്സ് ആണ് ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2025 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നിലവിൽ ഈ ഒരു എക്സാം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഇനി അതെല്ലാം അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ, അതായത് 4 ഇയർ ഡിഗ്രി കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നൊരു എക്സാമാണ്. അപ്പോൾ 2 ഇയേഴ്സ് ആയിട്ടുള്ള ഈ ഒരു എക്സാം നടന്നു തുടങ്ങിയത് 2ാമത്തെ എക്സാമാണ്, അതായത് 3ാമത്തെ എക്സാമാണ് എന്നാണ് തോന്നുന്നത്. അതായത് 1 ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് തോന്നുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ, അത് എവിടെ കിട്ടുമെന്നുള്ള കാര്യം നിലവിൽ എവിടെയും സൈറ്റിലൊന്നും കിട്ടിയിട്ടില്ല. ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഏത് സൈറ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, അതല്ലാണ്ട് 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യാം. എങ്ങനെ ഷെയർ ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട്, വാട്സപ്പിൻ്റെ ഗ്രൂപ്പുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്താൽ അത് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നിലവിൽ വന്നിട്ട് ഇപ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പഠിത്തം കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമുക്ക്
CS മെയിനായിട്ട് നിങ്ങൾ +2 ലെവലിൽ ഇതുവരെ പഠിച്ച CS ക്വസ്റ്റ്യൻസ്. അപ്പോൾ +2 ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തൊരു മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനറലായിട്ട് ചോദിക്കുന്ന MCA എന്നല്ല, ജനറലായിട്ട് ചോദിക്കുന്ന CS ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകും, ഡീൽ ചെയ്യാൻ പോകും. അപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ നമ്മൾ MCAയുടെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് MCAയുടെ ഭാഗമായി എന്ന് പറഞ്ഞാൽ MCAയുടെ ഒരു LBSന് MCA എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇഷ്ടംപോലെ CS ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മറ്റുള്ള എൻട്രൻസ് എക്സാമുകളിൽ എപ്പോഴും ചോദിച്ചു വരുന്ന CS ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 250+ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആകെ 25 ക്വസ്റ്റ്യൻസേ അതിൽ നിന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ 250 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 500 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഏരിയ കവർ ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഭാഗമായി ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം, തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ ഈ സിലബസായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ CS ടോപ്പിക്കിൽ വരുന്ന എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. CS ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ളത്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇതാണ്. വരുന്ന വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറുടെ ഇത് കൂടും. നിങ്ങൾ എഴുതുന്ന എക്സാമൊക്കെ അനുസരിച്ച് നമുക്ക് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ എക്സാം എന്തായിരിക്കും, സിമ്പിളായിരിക്കും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ CSഉം അതുപോലെ തന്നെ മാത്സും ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, മാക്സിമം നമുക്ക് ആ സിലബസിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ കേട്ടോ. സിലബസിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, 25-നാണ് നമ്മുടെ എക്സാം വരുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ LBS BCA എൻട്രൻസ് എക്സാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.